ഫിഷറീസ് വകുപ്പ് മന്ത്രി വി അബ്ദുൽ ഗഫൂർ മുതലപ്പുഴ സന്ദർശിക്കുകയാണ്. ഇപ്പോൾ റിനു ശ്രീധർ ഒരുങ്ങും ചേർന്നു. റിനു, എപ്പോഴും പരിഹരിക്കാത്ത പ്രശ്നങ്ങളുടെ ഒരു മരണപ്പുഴയായി മാറുന്ന സ്ഥലമാവാറുണ്ട് മുതലപ്പുഴി. കേന്ദ്ര സംഘം സന്ദർശിക്കാൻ ഇരിക്കുകയുമാണ്. മന്ത്രി നേരിലെത്തി കാര്യങ്ങൾ കണ്ട് ബോധ്യപ്പെടുകയാണോ അവിടെ? കാശ്മീർ ഒട്ടേറെ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടും മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും വി അബ്ദുൽ ഗഫൂറിന്റെ നേതൃത്വത്തിൽ, ഫിഷറീസ് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ MLA അടക്കം ഫിഷറീസ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലം സന്ദർശിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അവർ കൃത്യമായി തന്നെ കേൾക്കുകയാണ്. കേട്ടതിനു ശേഷം ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരത്തിലേക്ക് പോകാൻ കഴിയുമോ എന്നുള്ളതാണ്. നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ അടക്കം പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാകാതെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ശാസ്ത്രീയ പഠനങ്ങളൊക്കെ തന്നെ നടന്നു. പക്ഷേ നിരവധി ജീവനുകൾ ഇവിടെ പൊലിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ എന്നിട്ടും ഒരു ഇടപെടൽ നടത്തുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. എന്തായാലും മന്ത്രി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മിനിസ്റ്ററെ, ഇപ്പോൾ നിലവിൽ ഇവിടെ ഒരു സന്ദർശനം നടത്തി, പക്ഷേ ചില പദ്ധതികളൊക്കെ തന്നെ പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെയും ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഇവിടെ ഉണ്ടായിട്ടില്ല. ഇനി എന്താണ് മുന്നോട്ടുള്ള പുതിയ സർക്കാരിന്റെ നീക്കം? ഇവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് കുറേ ആശങ്കകളുണ്ട്. കാരണം ഒരു കുറേ അപകടങ്ങൾ നടന്ന ഒരു മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വന്നിരുന്നു. ഇന്നലെ ഇതിനു വേണ്ടി വിശദമായ യോഗം ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെ യോഗം ചേർന്നിരുന്നു. അപ്പോൾ നമ്മൾ ആ യോഗത്തിൽ തീരുമാനിച്ചത് ഇതിൻ്റെ ടെക്നിക്കൽ ടീം ജൂലൈയിൽ ഇവിടെ സന്ദർശിക്കുന്നുണ്ട്. വീണ്ടും അവർ സന്ദർശിച്ച ശേഷം ഇവിടുത്തെ ലോക്കലായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ കൂടി അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ട് അവർ തരുന്ന ഒരു റിപ്പോർട്ട് ഞങ്ങൾ വീണ്ടും യോഗം ചേർന്ന് ചർച്ച ചെയ്തതിന് ശേഷം അതിൽ മുമ്പോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ ഈ മണ്ണ് അടിയുന്നത് കൊണ്ട് ഡ്രഡ്ജിങ് ഇപ്പോൾ ഇവിടെ ആവശ്യമായിട്ടുണ്ട്. അതേപോലെ തന്നെ കല്ല് കുറച്ച് ഇടിഞ്ഞ് താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് റിമൂവ് ചെയ്യാനുള്ള ഡയറക്ഷൻ സിക്ക് കൊടുത്തിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്യും. അതുപോലെ തന്നെ സിഗ്നൽ ലൈറ്റ് ഇപ്പോൾ ബാക്കിലാണ്, ഫ്രണ്ടിലേക്ക് ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും സിക്ക് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള നടപടികൾ എടുക്കും. തീർച്ചയായിട്ടും നമുക്ക് സുരക്ഷിതമായ ഒരു മത്സ്യബന്ധനം നടത്തുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്താനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഇവിടുത്തെ എല്ലാവരുടെയും അഭിപ്രായം കൂടി കേട്ട ശേഷം ടെക്നിക്കലായിട്ട് കിട്ടുന്ന അഡ്വൈസ് അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകും. ട്രഡ്ജിങ്ങിന്റെ വിഷയത്തിലെ ചന്ദ്രഗിരി ട്രഡ്ജിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ ഈ ചന്ദ്രഗിരി ട്രഡ്ജിങ് പാതി വഴിയിൽ നിലച്ച സാഹചര്യം, ഇവരുടെ ആവശ്യം ഈ അദാനി ഇവിടെ ട്രഡ്ജർ ഉപയോഗിച്ച് ഡ്രഡ്ജ് ചെയ്യണമെന്നാണ്. അതിലേതെങ്കിലും തീരുമാനമുണ്ടോ? ഇതിലെന്താ വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഉള്ള ട്രഡ്ജർ കുറച്ച് സ്ലോ ആണ്, കുറച്ച് സമയം എടുക്കുന്ന, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ചെയ്യാൻ കഴിയാത്ത ഒരു ഇതുണ്ട്. നമ്മുടെ ഉള്ള അവൈലബിൾ ആയിട്ടുള്ള ട്രഡ്ജർ അതാണ്. അപ്പോൾ അദാനിയുടെ കയ്യിൽ കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള ട്രഡ്ജർ ഉണ്ട് എന്ന് ഇവർ തന്നെ മത്സ്യത്തൊഴിലാളികൾ തന്നെ ഇവിടെ പറഞ്ഞു. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പോസിബിലിറ്റി എന്താണെന്നുള്ളത് ഞങ്ങൾ പഠിച്ചിട്ട് ചെയ്യും. കാരണം അതിന് കുറച്ച് ടെക്നിക്കൽ സൈഡും ഫൈനാൻഷ്യൽ സൈഡും ഒക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി പരിശോധിച്ച ശേഷം തീർച്ചയായിട്ടും ഏർപ്പെടുത്താൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അത് ഏർപ്പെടുത്തും. പുതിയ വിദഗ്ധ സമിതി അല്ല, നേരത്തെ ചെയ്തവർ തന്നെ ഒന്നും കൂടി റീവിസിറ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. പുതിയതായിട്ടൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. സർക്കാരിന്റെ മുമ്പിൽ 2 പഠന റിപ്പോർട്ടുകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്, ഇതിന്റെ റീകൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട്. അല്ല, നമ്മൾ ഇപ്പോൾ CWPRSന്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അവരാണ് ജൂലൈയിൽ വരുന്നത്. ആ ടീം തന്നെ ജൂലൈയിൽ വന്നതിന് ശേഷം ഇതിൻ്റെ ഒരു പ്രോഗ്രസ്സും ഇപ്പോൾ നമുക്കുള്ള ആശങ്കകൾ കൂടി കേട്ടതിന് ശേഷം ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ ആവശ്യമുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മുമ്പോട്ട് പോകും. മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ കേൾക്കുമെന്ന് പറയുമ്പോൾ പോലും ഇന്നലെ നടന്ന യോഗത്തിൽ മത്സ്യത്തൊഴിലാളി പ്രതിനിധികളെ വിളിച്ചില്ല എന്നുള്ള വിമർശനം. ഇന്നലെ മത്സ്യത്തൊഴിലാളി സംഘടനകൾ എല്ലാവരും എന്നെ വന്ന് കാണുകയും അവരെല്ലാം കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഒരു ഓഫീസേഴ്സിൻ്റെയും ജനപ്രതിനിധികളുടെയും ഒരു യോഗമാണ് ഇന്നലെ വിളിച്ചത്. മത്സ്യത്തൊഴിലാളികളെ കേൾക്കാൻ ഇവിടെ വന്ന് കേൾക്കാനാണ് ജൂലൈയിൽ. അവർ ടെക്നിക്കൽ ടീം വരുമ്പോൾ അവർ കേൾക്കും. അതിനുശേഷം ഞങ്ങൾ വിളിക്കുന്ന യോഗത്തിലും അവരെ കേൾക്കും. കാശ്മീർ, എന്തായാലും നിലവിൽ ഇവിടുത്തെ ആശങ്കകൾ അത് അടിസ്ഥാനപരമായി പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അതിന് മാരകമായ ആശങ്കകളാണ് എന്ന് പറഞ്ഞാൽ അശാസ്ത്രീയമായ പുലിമുട്ടുതണം നിർമ്മാണത്തെ പറ്റി കേട്ടുകൊടുക്കുന്ന നാൾ കുറയായി. കഴിഞ്ഞ 10 വർഷത്തിനിടെ അവിടെ മരിച്ചുപോയത് 19 മനുഷ്യന്മാരാണ്. ഇനിയെങ്കിലും ശാസ്ത്രീയമായ ഒരുപാട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, ഒരു കാര്യവും ഉണ്ടായിട്ടില്ല. ആശങ്ക കൂടി വരുന്നതല്ലാതെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.